ഗൈസ് രാവിലെ തന്നെ കുക്കറുമായിട്ടുള്ള മൽപ്പിടുത്ത യുദ്ധത്തിലാണ് ഗൈസ്. കുക്കർ ഓപ്പൺ ആവുന്നില്ല, അവൻ എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തരി ഓപ്പൺ ആയിട്ട് വന്നു. അപ്പോൾ അതിനുശേഷം കുക്കറിൽ എന്താണെന്ന് ചോദിച്ചാൽ കുക്കർ കടലയാണ്. കടല കുറച്ച് വേവിച്ചതെടുത്ത് നമ്മൾ ജാറിലേക്ക് തട്ടിയിടുന്നുണ്ട്. എന്തിനാണ്? കുക്കറിന് അല്ല, കടലക്കറിക്ക് വേണ്ടുന്ന അരപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് കടലക്കറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ പുത്രനും പുത്രിയും കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു അവിടെ തെണീറ്റ് മാറിക്കോ, അല്ലെങ്കിൽ തേങ്ങ വീണ് രണ്ടും ചത്തു പോകുന്നു. അപ്പോഴേ അവിടുത്തെ സാധന സാമഗ്രികളുമായിട്ട് രണ്ടും കൂടെ അവിടെ നിന്ന് സ്ഥാനം മാറുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ മാറിയിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലക്കറിയിലേക്കുള്ള അരപ്പരച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അടുപ്പിലേക്കൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസത്തേക്ക് അപ്പത്തിന് മാവാട്ടി വെച്ചതൊന്ന് പൊളിച്ച് പൊന്തി വന്നിരിക്കുന്നു കേസ്. അതൊന്ന് നമ്മൾക്കൊന്ന് ഇനി ഉപ്പൊക്കെ ഇട്ടൊന്ന് കലക്കെടുത്ത് വെക്കണം. എന്നിട്ട് ഇനി അപ്പം ചുട്ട് വയറ്റിലേക്ക് കൊടുക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് കടലക്കറിക്ക് ഒരു ചെറിയ പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പകുതി പീസ് കടലക്കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ബാക്കി എൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേസ്. ഇതിനിടയ്ക്ക് എൻ്റെ വീഡിയോ കാണുന്ന നമ്മളെ അറിയാവുന്ന കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്, വീഡിയോയിൽ കുറ്റം പറയുന്നുണ്ട്, ഷൂട്ട് എടുക്കുന്നു, അത് ഇതെന്നൊക്കെ പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇഷ്ടമല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് പോകണം. അല്ലാത്ത പക്ഷം നിങ്ങളെ കൊണ്ട് എനിക്കൊരു ഉപകാരമുണ്ട്, നിങ്ങളെന്താണ് എനിക്ക് വ്യൂസ് കൂട്ടിത്തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടുകൊക്കെ വറുത്ത് കടലക്കറി സെറ്റാക്കി അടച്ചങ്ങ് മാറ്റി വെച്ചു. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അപ്പം ചുടുന്ന പ്രക്രിയയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ചട്ടിയിലേക്ക് മാവ് കോരി ഒഴിച്ച് ഒന്ന് കറക്കി എടുത്ത് വെക്കുമ്പോൾ അപ്പമാവോ ഇല്ല, നമ്മൾ അടച്ച് വെക്കണം വേവിക്കാനായിട്ട് ഇല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനോട്ട് പല്ല് വെച്ചിട്ട് വന്നിട്ട് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ക്ലോസപ്പിൻ്റെ പരസ്യം പോലെ അമ്മ പല്ല് വെളുത്തോന്ന് അറിയാനാണ് കേട്ടോ. എന്നിട്ട് അവൻ ഫസ്റ്റ് ചോദിക്കുന്ന പഴമാണ്. ഇവനൊരു പഴത്തിനോട് ഭയങ്കര അഡിക്റ്റാണ്. ഇവന് പഴത്തിൽ അതിൽ കൈവശം കൊടുത്തിട്ടുണ്ട്. ഇവന് എത്ര പഴം വേണമെങ്കിലും നമ്മളിങ്ങനെ കൊടുത്തിട്ട് ഇവൻ്റെ കയ്യിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അവൻ വന്ന് സോപ്പിടുവാണ്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. സെക്കൻഡ് ട്രിപ്പിന് വീണ്ടും വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ട് എന്തൊക്കെയോ ചില കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സെക്കൻഡ് ട്രിപ്പും കരസ്ഥമാക്കി ഓടിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ നല്ല സൂടപ്പം ചുട്ടെടുക്കുന്നുണ്ട് ഗൈസ്. ഇനി എന്ത് ചെയ്യണം, ഈ സൂടപ്പം വയറ്റിലേക്ക് പോകണം അല്ലേ. അപ്പം എന്താണ് അൻഷിക്കും ആനിഷിനും ആദ്യമേ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് കറിയൊക്കെ എടുത്ത് ഒരപ്പമൊക്കെ ആയിട്ട് എന്താണ് കറിയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ അൻഷിക്ക് കൊടുത്തിട്ട് ആനിഷ് ഇങ്ങനെ പിച്ചിട്ടിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ ഞാനൂട്ടൻ കറിയായിട്ട് കഴിക്കില്ല, കടല വേവിച്ച് അവൻ ഉപ്പിട്ട് വേവിച്ചിട്ട് മാറ്റിയാണ് കൊടുക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ കഴിക്കുന്നുണ്ട്. അൻഷികയുടെ മുഖത്ത് ഈ വൈക്ലഭ്യം കടലക്കറി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ നിർബന്ധിച്ചൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഇഷ്ടമല്ലാത്തവർ അൺസബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.